സാറേ വണ്ടി എന്താണ് വണ്ടിയിൽ? ഐസാണ് സാറേ. കുറുപ്പേ കയറി പരിശോധിക്കും സാർ. നന്നായി പരിശോധിക്കണോ സാർ? സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഇപ്പൊ ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. അടച്ചേക്ക്. ഓ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ, ആ ഓ എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കായിരുന്നു. സ്പിരിറ്റ് എന്തിയടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടയോ? ഞാൻ കാണിച്ചുതരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. ഓ എന്റെ അമ്മച്ചി, ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസാവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടുത്തു അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീ എടുത്തു. വേണ്ട ബായ്. ബായ്, ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 ഉരുവ. 5000 ഉലുവ മതി എനിക്ക്. അല്ലെ പിന്നെ ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എൻ്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുഭവത്തോടെ ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം. എനിക്കും സഹായികളുണ്ടായി. അച്ചായനും അച്ചുവേട്ടനും. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട്. ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു. ബായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലറല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ബായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ബായിക്ക് സഹായിച്ചു. ഈ ബായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ? അല്ല സാർ. തനിക്ക് എന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായി. എന്ത് പറ്റി? ആ ഡോക്ടറെ വിളിച്ചു.
ഒടുക്കത്തെ കരുനാക്ക്. ചത്താ എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ നീ എന്താ ഇത് വേടി ആ ഏ ആ, എല്ലാവരും അങ്ങോട്ട് മാറിക്കേ. പുറകോട്ട് മാറി. ആ ഹീസ് വെരി സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രൊസീഡ്. ഓക്കെ. മാറ്റാനൊക്കെ വരട്ടെ സാറേ. ഇത് പരമശിവം ചുമ്മാ ഇരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രണ്ട് സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരു അറ്റ തൊഴിലെടുത്തന്റെ അപ്പ എഴുന്നോക്കോ. അസുഖം മാറി ഡോക്ടറെ ആ കൊമ്പും കൊള്ളൊക്കെ എനിക്ക് ഞാൻ തൂക്കിട്ടോളാം. ഞാൻ ഡോക്ടറായി ദിവാകരൻ സാർ മോനെ അവന്റെ പരോളിന്റെ പേപ്പർ കണ്ടത്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ ഇതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി ഇറങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്ക. നീ ഓർത്തോ? ഓർത്തോ അല്ല ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? ഏ സുഖല്ലേ? ആ ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായ്. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? ആ എല്ലാരും ഒന്ന് കാണണം. പറ്റച്ചേ. ഭാരതി അമ്മേ, ഭാരതി. ഉണ്ണി, അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മേ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി ഞാൻ. ഭാരതി അമ്മേ. ഉണ്ണി, അമ്മേ. ഉണ്ണി. ഹായ്. ഭാരതി അമ്മ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ആ ദേ ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മേ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ദാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓഡിയോ CD. ഏട്ടാ, എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്.
നമ്മുടെ അനിയത്തി. ഇവളല്ല അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? ഞാൻ ആ വീട്ടിലെ ആ വീട്ടില്. അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. ആ. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? ആ. അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? അതെ. നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം.